അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ 2024 നടന്ന ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിലൂടെ വിവരിക്കാൻ പോകുന്നത്. ആദ്യമായി ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നതാണ്. ബ്രാക്കറ്റിൽ ചില പദങ്ങൾ കാണാം. ജനാബത്ത്, 5, 6, ത്വഹാറത്ത്, ഖുർആൻ ഓതൽ, നജസ്. പിന്നെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ബ്രാക്കറ്റിലുള്ള പദങ്ങളെ ഉത്തരങ്ങളായി എഴുതണം. നമുക്കിതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം. ചോദ്യം 1. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ത്വഹാറത്ത്. ചോദ്യം 2. വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും ഖുർആൻ ഓതൽ. ചോദ്യം 3. ഒട്ടകത്തിൻ്റെ സക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് 5. ചോദ്യം 4. ഹജ്ജിൻ്റെ ഫർളുകളുടെ എണ്ണം 6. ചോദ്യം 5. സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും ജനാബത്ത്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക. ഇവിടെ ഓരോ ചോദ്യത്തിനും ബ്രാക്കറ്റിൽ 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഈ 3 ഓപ്ഷനിൽ നിന്ന് ശരിയായതിന് മാത്രം ശരി എന്ന് അടയാളപ്പെടുത്താം. ചോദ്യം 1. കുളി സുന്നത്തുള്ള നിസ്കാരമാണ് ജുമുഅ. ചോദ്യം 2. 8 കാലിയുടെ വല താഹിർ. ചോദ്യം 3. തയമ്മുമിന് മുമ്പ് നജസ് നീക്കൽ ഷർത്ത്. ചോദ്യം 4. ലഘുവായ നജസ് മുഖഫഫ്. ചോദ്യം 5. മുഹറമാത്തുൽ ഇഹ്റാമിൽപ്പെട്ടതാണ് നിക്കാഹ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വിധി എഴുതുക എന്നതാണ്. ചോദ്യം 1. റമളാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്ത്. ചോദ്യം 2. തഹല്ലുലിൽ സ്ത്രീ തലമുടി കളയൽ കറാഹത്ത്. 3. ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കൽ ഹറാം. ചോദ്യം 4. ഫർള് നോമ്പിന് രാത്രി തന്നെ നിയ്യത്ത് ചെയ്യൽ വാജിബ്. ചോദ്യം 5. ജന്നത്തുൽ ബഖിയയിൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്ത്. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വിട്ടത് ചേർക്കുക എന്നതാണ്, അഥവാ പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. നമുക്ക് പൂരിപ്പിച്ച ഭാഗം തന്നെ നോക്കാം. ചോദ്യം 1. അസ്സലാമു അലൈക യാ ഖലീഫത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ. ചോദ്യം 2. യാ അയ്യുഹന്നാസു ഇസ്അഉ ഫഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും. ചോദ്യം 3. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നതാണ്. ചോദ്യം 1. മക്കയിലുള്ളവരുടെ ഉംറയുടെ മീഖാത്ത്. ഉത്തരം ഹറമിന് പുറത്ത്. ചോദ്യം 2. വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് ചെറിയ അശുദ്ധി. ചോദ്യം 3. സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം. ഉത്തരം ഹിജ്റ
2. ചോദ്യം 4. അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തവാഫ്. തവാഫുൽ ഇഫാദ. ചോദ്യം 5. തയമ്മുമിൻ്റെ ഫർളുകളിൽ ഒന്നാമത്തേത്? നിയ്യത്ത്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക എന്നതാണ്. അഥവാ ചോദ്യങ്ങളടങ്ങിയ വലതുഭാഗത്തുള്ള വാചകത്തെ ഇടതുഭാഗത്തുള്ള വാചകം വിട്ട ഭാഗത്ത് എഴുതി പൂർത്തിയാക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. ചോദ്യം 1. നോമ്പ് മുറിയുന്ന കാര്യം. ഉണ്ടാക്കി ഛർദ്ദിക്കൽ. ചോദ്യം 2. ഖുർആൻ ഓതൽ, വുളൂ ചെയ്യൽ. ചോദ്യം 3. വലിയ അശുദ്ധി, കുളിക്കുക. ചോദ്യം 4. മുഖം തടവൽ, തയമ്മും. ചോദ്യം 5. 7 തവണ കഴുകണം, മുഗല്ലൽ. ചോദ്യം 6. ലഹരി ദ്രാവകങ്ങൾ, മുതവസ്സിത്ത്. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം വിശദമാക്കുക എന്നതാണ്. ചോദ്യം 1. മുഖഫഫായ നജസ്, ഇതിനെ വിശദമാക്കാം. ഉത്തരം: 2 വയസ്സ് പൂർത്തിയാകാത്ത, പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം. ഇതാണ് മുഖഫഫായ നജസ്. ചോദ്യം 2. ഹജ്ജും ഉംറയും വാജിബാകാനുള്ള 4 ഷർത്തുകൾ. ഉത്തരം: 1. മുസ്ലിമാവുക, 2. മുക്കല്ലഫാവുക, 3. സ്വതന്ത്രനാവുക, 4. കഴിവുണ്ടാവുക. ചോദ്യം 3. തയമ്മും, ഇതിനെ വിശദീകരിക്കാം. ഉത്തരം: ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം സാരം എഴുതുക എന്നതാണ്, അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1. മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ഇതിൻ്റെ അർത്ഥം: ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങി. ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങി. ചോദ്യം 2. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വഫ്തഹ് ലീ അബ്വാബ ഫദ്ലിക്. ഉത്തരം: അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ. പാഠഭാഗങ്ങളൊക്കെ നോക്കി നല്ലതുപോലെ മനസ്സിലാക്കിയാൽ ഉത്തരങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാനും അറിയാനും സാധിക്കും. നമുക്ക് ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. 2024 നടന്ന ദുറൂസുൽ ഇഹ്സാനിൻ്റെ 7ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം ചേർത്തി എഴുതുക എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഖാതിഉൻ, അയൽപ്പക്ക ബന്ധം. സുബാത്തൻ, ഇരു കൈകളും ഉയർത്തുക. ഹൃദയം കടുത്തവൻ. ചോദ്യം നോക്കാം. ചോദ്യം 1. വജഅൽനാ നൗമക്കും സുബാത്ത. ചോദ്യം 2. ദുആഇൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ് ഇരു കൈകളും ഉയർത്തുക. ചോദ്യം 3. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ചോദ്യം 4.
വളരെ മഹത്വമുള്ളതാണ് അയൽപക്ക ബന്ധം. ചോദ്യം 5. അള്ളാഹുവുമായി കൂടുതൽ അകന്നവനാണ് ഹൃദയം കടുത്തവൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക. ഇവിടെ ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായതിന് മാത്രം ശരിയെന്ന് അടയാളപ്പെടുത്തുക. ചോദ്യം 1. ഒരു ദിവസത്തെ കൂടിയ ഉറക്കം 8 മണിക്കൂർ. ചോദ്യം 2. അയൽവാസിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബൂ ഹനീഫ ഇമാം. ചോദ്യം 3. ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ് ആശുറാ. ചോദ്യം 4. ഇസ്ലാം കേരളത്തിൽ എത്തിയത് സ്വഹാബികളിലൂടെ. ചോദ്യം 5. ബറാഅത്ത് രാവ് ഷഅബാൻ 15. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നതാണ്. ചോദ്യം 1. നരക നിവാസികളുടെ കിടത്തം ഏത്? ഉത്തരം കമിഴ്ന്ന് കിടക്കൽ. ഉത്തരം കമിഴ്ന്ന് കിടക്കൽ. ചോദ്യം 2. ഭർത്താവിന് കടമപ്പെട്ടത് എന്തെല്ലാം? ഭർത്താവിന് കടമപ്പെട്ടത് എന്തെല്ലാം? ഉത്തരം ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ചോദ്യം 3. ദുസ്വപ്നം കണ്ടാൽ എന്തു പറയണം? ദുസ്വപ്നം കണ്ടാൽ എന്ത് പറയണം? ഉത്തരം 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ചോദ്യം 4. ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ഉത്തരം അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും. അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും. ചോദ്യം 5. തസ്ബീഹും ഇസ്തിഗ്ഫാറും വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത്? തസ്ബീഹും ഇസ്തിഗ്ഫാറും വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത്? ഉത്തരം അത്താഴ സമയം, സൂര്യാസ്തമയ സമയം. അത്താഴ സമയം, സൂര്യാസ്തമയ സമയം. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. വ്യക്തമാക്കുക എന്നതാണ്. ചോദ്യം 1. ദുആഇൻ്റെ അവസാനം പറയേണ്ട ആയത്ത്. ദുആഇൻ്റെ അവസാനം പറയേണ്ട ആയത്ത്. ഉത്തരം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യം 2. 25 മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. ഉത്തരം ഉലുൽ അസ്മുകൾ. ചോദ്യം 3. ഖുർആനിലെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചവർ. ഉത്തരം മുജ്തഹിദുകൾ. ചോദ്യം 4. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം. ഉത്തരം 6 മണിക്കൂർ. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം 1. യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാരി ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ. ഇതാണ് പൂരിപ്പിച്ച ഭാഗം പൂർണ്ണമായത്. ചോദ്യം 2. ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ചു ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. ചോദ്യം 3. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. ചോദ്യം 4. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാരി.
ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം സാരം എഴുതുക എന്നതാണ്, അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹിമഹു. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ചോദ്യം 2. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ചോദ്യം 3. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്: പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ചോദ്യം 4. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിയാറുകളെ ആരെങ്കിലും ആദരിച്ചാൽ അത് ഖൽബുകളുടെ തഖ്വയിൽ പെട്ടതാണ്. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം കണ്ടെത്തുക എന്നതാണ്. ചോദ്യം 1. റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന സമയം. ഉത്തരം: ഉറങ്ങുന്ന സമയം. ചോദ്യം 2. സ്വത്തും ഭവനവും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത്. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും. ചോദ്യം 3. ഉറക്കവും സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്ന സമയം. ഉത്തരം: ഇശാഇന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും. ചോദ്യം 4. അയ്യാമു തശ്രീഖ്. ഉത്തരം: ദുൽഹിജ്ജ 11, 12, 13 എന്നീ ദിവസങ്ങളാണ്. ഇനി നമുക്ക് ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പർ നോക്കാം. 2024 പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം സ്വിൽ ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ കാണാം: കാന, ഔ, വാജിബത്തുൻ, അൽ മുസ്ലിമൂന, ഇന്ന, വസ്സല. ചോദ്യം 1ാമത്തെ ചോദ്യം: യസൂമു ഫീഹി അൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്ത്. ഇവിടെ അൽ മുസ്ലിമൂന എന്നത് വിട്ട ഭാഗമായിരുന്നു, ചേർത്ത് നമ്മൾ എഴുതി. യസൂമു ഫീഹി അൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്തു. ചോദ്യം 2. ഇന്ന സ്വലാത്ത വാജിബത്തുൻ. ഇവിടെ അസ്വലാത്ത് എന്ന പദം വിട്ട ഭാഗമായിരുന്നു, അതിനെ പൂർത്തിയാക്കിയത് ഇന്ന സ്വലാത്ത വാജിബത്തുൻ എന്നതാണ്. ചോദ്യം 3. കാനത്തിഫിലു മുബ്തസിമൻ. ഇവിടെ കാന എന്നത് വിട്ട ഭാഗമായിരുന്നു, കാനത്തിഫിലു മുബ്തസിമൻ. ചോദ്യം 4. അകൽത്തുൽ യൗമ അൽ ഖുബ്സ വൽ ലഹ്മ. ഇവിടെ വാ എന്നത് ചേർത്തതാണ്. ചോദ്യം 5. ഉൻസുർ അഖാഖ ളാലിമൻ ഔ മദ്ലൂമൻ. ഇവിടെ ഔ എന്നത് ചേർത്തതാണ്. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം അല്ലാഹി അലാമത്ത സഹിയ, ശരിയാണെങ്കിൽ ശരിയെന്ന് അടയാളപ്പെടുത്താം. ഇവിടെ ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ശരിയായതിൽ മാത്രം ശരിയെന്ന് അടയാളപ്പെടുത്തുക. ചോദ്യം 1. മാലി മജ്ഹൂൽ. ഇവിടെ കൊടുത്തതിൽ മാലി മജ്ഹൂൽ ഏതാണ്, അതിൽ ശരി എന്ന് അടയാളപ്പെടുത്തണം. കുത്തില എന്നതാണ് മാലി മജ്ഹൂൽ. ചോദ്യം 2. ഇദശംസു, അതിനോട് ചേർന്നതാണ് കുവ്വിറത്ത്. ഇദശംസു കുവ്വിറത്ത്. ചോദ്യം 3. യുനസ്സിലുല്ലാഹു അൽ മതറ. യുനസ്സിലുല്ലാഹു അൽ മതറ. ചോദ്യം 4.
ലറബൽ വാലിദു വലദഹു. ലറബൽ വാലിദു വലദഹു. ചോദ്യം 5 ലർഫു സമാൻ. ഇവിടെ കൊടുത്തത് ലർഫു സമാൻ ബുക്റത്തൻ എന്നതാണ്. ലർഫു സമാൻ ബുക്റത്തൻ. ചോദ്യം 3-ാം ഭാഗം, ചോദ്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം ഉക്തുബിൽ ആദദ, എണ്ണം എഴുതാം എന്നതാണ്. ചോദ്യം 1 അൽ ഹുറൂഫുൻ നാസിബത്തു ലിൽ മുളാരിഇ. മുളാരിഇനെ നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അർബഅത്തുൻ, 4 എണ്ണമാണ്. ചോദ്യം 2 അല്ലമാഇറുൽ മുൻഫസിലത്തു, മുൻഫസിലായ ലമീറുകൾ. ഉത്തരം 14. 14. ചോദ്യം 3 അൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുളാരിഅ. മുളാരിയായ ഫിയലിന് ജിസ്മ് ചെയ്യുന്ന ഹർഫുകൾ 5. 5 എണ്ണമാണ്. ചോദ്യം 4 ഹുറൂഫുൽ അത്ഫി, അത്ഫിൻ്റെ ഹർഫുകൾ. ഉത്തരം 10. 10 എണ്ണമാണ്. ചോദ്യം 5 നൗഉൽ ലർഫി, ലർഫിൻ്റെ ഇനം. 2, 2 എണ്ണമാണ്. ചോദ്യത്തിൻ്റെ 4-ാമത്തെ ഭാഗം ഇൽബിത് ബിൽ അഷ്കാൽ. ഇവിടെ കൊടുത്ത വാചകത്തിന് ഹർക്കത്ത് നൽകുക എന്നതാണ്. നമുക്ക് ഹർക്കത്ത് നൽകിയ വാചകത്തെ നോക്കാം. ചോദ്യം 1 അതിൻ്റെ ഉത്തരം ദഹബതു ഇല ബൈത്തിൽ ഉസ്താദി. ദഹബതു ഇല ബൈത്തിൽ ഉസ്താദി. ചോദ്യം 2 അകൽതു സമകത ഹത്ത റഅസിഹ. അകൽതു സമകത ഹത്ത റഅസിഹ. ചോദ്യം 3 ലൈസൽ അംറു സഹ്ലൻ. ലൈസൽ അംറു സഹ്ലൻ. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം തർജിം, പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ്, അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1 ഔലമൽ അറൂസു ഹുബ്ബൻ ലി സുന്നത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: റസൂലിൻ്റെ ചര്യയെ ഇഷ്ടപ്പെട്ടതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി. ചോദ്യം 2 ഖുലിഖൽ ഇൻസാനു ളഈഫൻ. മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു. ചോദ്യം 3 കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. അർത്ഥം ഇങ്ങനെയാണ്: നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനെ തേടുന്നവനോ ആകുക. ചോദ്യത്തിൻ്റെ 6-ാമത്തെ ഭാഗം തമ്മീം, പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1 പൂരിപ്പിച്ച ഭാഗം തന്നെ നമുക്ക് നോക്കാം. ചോദ്യം 1 അൽ മഫ്ഊലു ഫീഹി ഇസ്മുൻ യദുല്ലു അലാ സമാനിൻ വുഖൂഇൽ ഫിഅലി ഔ മക്കാനിഹി. അൽ മഫ്ഊലു ഫീഹി ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഅലി ഔ മക്കാനിഹി. ചോദ്യം 2 ജംഉൽ മുദക്കരി സാലിമു യുജറു ബിൽ യാഇൽ മക്സൂറത്തി മാ ഖബലഹ. ചോദ്യത്തിൻ്റെ 7-ാമത്തെ ഭാഗം അരിബ്, അറബിയാക്കുക എന്നതാണ്. ചോദ്യം 1 ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാകുന്നു. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാകുന്നു. അതിൻ്റെ അറബി ഇങ്ങനെയാണ്: അനദാരിസുൻ ഫിസ്സൊഫിസ് സാബിഇ. അനദാരിസുൻ ഫിസ്സൊഫിസ് സാബിഇ. ചോദ്യം 2 അല്ലാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും. അല്ലാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: യുഹിബ്ബുല്ലാഹു അൽ മുഖ്ലിസീന. യുഹിബ്ബുല്ലാഹു അൽ മുഖ്ലിസീന. ചോദ്യം 3 മുസ്ലിങ്ങൾ 1 മാസം നോമ്പനുഷ്ഠിക്കുന്നു. മുസ്ലിങ്ങൾ 1 മാസം നോമ്പനുഷ്ഠിക്കുന്നു. അതിൻ്റെ അറബി ഇങ്ങനെയാണ്: യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ. യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ. ചോദ്യം 4 മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും. അതിൻ്റെ അറബി ഇങ്ങനെയാണ്: അഫ്റഹു മാദാമൽ മതറു നാസിലൻ. അഫ്റഹു മാദാമൽ മതറു നാസിലൻ.
ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം ഉക്തുബിൽ മായന അർത്ഥം എഴുതാം എന്നതാണ്. ചോദ്യം നോക്കാം നമുക്ക്. റത്തുക്കുൻ ഒട്ടിപ്പിടിച്ചത്, റത്തുക്കുൻ ഒട്ടിപ്പിടിച്ചത്. മഅറക്കുൻ യുദ്ധക്കളം, മഅറക്കുൻ യുദ്ധക്കളം. സ്വദീഖുൻ കൂട്ടുകാരൻ, സ്വദീഖുൻ കൂട്ടുകാരൻ. മുഷാത്തുൻ കാൽനടക്കാർ, മുഷാത്തുൻ കാൽനടക്കാർ. ഇബിലുൻ ഒട്ടകം, ഇബിലുൻ ഒട്ടകം. ഇനി നമുക്ക് താരീഖിലെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. 2024 പൊതുപരീക്ഷയിലെ 7ാം ക്ലാസ്സിലെ താരീഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക എന്നതാണ്. ഇവിടെ ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്താം. ചോദ്യം 1, മഖ്ദൂം ഒന്നാമൻ്റെ ഖബർ, മഖ്ദൂം ഒന്നാമൻ്റെ ഖബർ. ഉത്തരം പൊന്നാനി. ചോദ്യം 2, ഐക്യവർഷം, ആമുൽ ജമാഅ. ചോദ്യം 3, നബിയോട് രൂപസാദൃശ്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ചോദ്യം 4, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, കൂഫ. ചോദ്യം 5, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, ബനു തയ്യിം. ചോദ്യം 6, അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ടവർ, സഈദ് റളിയല്ലാഹു അൻഹു. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നതാണ്. ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, കൊച്ചി, അഖീഖ് 1385 ഹിജറ, അബ്ദുൽ ഖാദിറിൽ ഫൽഫരി. നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി നോക്കാം. ചോദ്യം 1, സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു, സഈദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ചോദ്യം 2, വിഷബാധ ഏറ്റു വഫാത്തായത്, ഹസൻ റളിയല്ലാഹു അൻഹു. ചോദ്യം 3, സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം, അഖീഖ്. ചോദ്യം 4, അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായ ഹിജ്റ വർഷം, 1385 ഹിജ്റ. ചോദ്യം 5, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജനിച്ചത്, കൊച്ചി. ചോദ്യം 6, ഉസൂലു ദബ്ഹ് എന്ന കിതാബ് രചിച്ചത്, ഉമർ ഖാദി. ചോദ്യം 7, ഷംസുൽ ഉലമയുടെ ഉസ്താദ്. ഉത്തരം അബ്ദുൽ ഖാദിറിൽ ഫൽഫരി റഹ്മത്തുള്ളാഹി അലൈഹി. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം പൂർത്തിയാക്കുക എന്നതാണ്. ചോദ്യം 1, തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. ചോദ്യം 2, അല്ലാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുത്. ചോദ്യം 3, മാലിക് ഇബ്നു ഹബീബും കുടുംബവും കൊല്ലത്തിലേക്ക് പോകുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. ചോദ്യം 4, കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു മമ്പുറം തങ്ങൾ. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഹിജ്റ വർഷം എഴുതുക. ചോദ്യം 1, ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത്, ഹിജ്റ 3-ാം വർഷം.
ചോദ്യം 2. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഹിജറ 32. ചോദ്യം 3. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ വഫാത്തായത് ഹിജറ 928. ചോദ്യം 4. ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ജനിച്ചത് ഹിജറ 1302. ചോദ്യം 5. മമ്പുറം തങ്ങൾ ജനിച്ചത് ഹിജറ 1166. ഹിജറ 1166. ചോദ്യം 6. ജമൽ യുദ്ധം നടന്നത് ഹിജറ 36. ഹിജറ 36. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം അന്ത്യവിശ്രമം എവിടെ എന്ന് എഴുതുക. ചോദ്യം 1. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹുജറത്തു ഷരീഫ. ചോദ്യം 2. ത്വൽഹ റളിയല്ലാഹു അൻഹു ബസ്വറ. ചോദ്യം 3. അബു ഉബൈദ റളിയല്ലാഹു അൻഹു ഉർദുൻ അഥവാ ജോർഡാൻ. ചോദ്യം 4. അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം. ചോദ്യം 5. ഹസൻ റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖിയ. ചോദ്യത്തിൻ്റെ 6-ാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നതാണ്. ചോദ്യം 1. ഔറംഗസീബ് ആലംഗിരിയുടെ വ്യക്തിഗുണങ്ങൾ. ഉത്തരം: സമയമായാൽ ഉടൻ നിസ്കരിക്കുക, വുളൂ മുറിയാതെ സൂക്ഷിക്കുക, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക, റമളാനിൽ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക. ചോദ്യം 2. മഖ്ദൂം രണ്ടാമൻ്റെ രചനകൾ. ഉത്തരം: ഫതുഹുൽ മുഈൻ, ഇർഷാദുൽ ഇബാദ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, അഹ്കാമിൽ നിക്കാഹ്, മുഖ്തസറു ശറഹി സുദൂർ, അൽ അജ്വിബത്തുൽ അജീബ. ചോദ്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം. ചോദ്യം 3. ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ. ഉത്തരം: മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ്. മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ്. നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതുക. അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പഠിക്കാനും പരീക്ഷ എഴുതാനും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.